ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കൗട്ട് ലൈബ്രറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടായിരത്തി 24-25 വർഷത്തെ ഹയർ സെക്കൻഡറി വിഭാഗം ഓപ്പൺ യൂണിറ്റ് റോവേഴ്സ് ആൻഡ് റേഞ്ചേഴ്സ് നിപുൺ ടെസ്റ്റും അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ദിദിസോബാൻ ടെസ്റ്റ് ക്യാമ്പിന്റെയും ഏറ്റവും പുതിയ സർക്കുലർ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. സർക്കുലറിൽ ആദ്യമായി പറയുന്നത് ടെസ്റ്റിംഗ് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ 31/10/2023 അതിനു മുൻപോ യൂണിറ്റിൽ എൻറോൾ ചെയ്തവരും OIMS നമ്പർ ഉള്ളവരും ആയിരിക്കണം. രണ്ടാമതായി പറയുന്നത് ടെസ്റ്റിംഗ് ക്യാമ്പ് ആദ്യ ദിവസം വൈകുന്നേരം 3 മണിക്ക് ആരംഭിച്ച് മൂന്നാം ദിവസം രാവിലെ 9 മണിക്ക് അവസാനിക്കുന്നതായിരിക്കും. തേർഡായിട്ട് പറയുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം സ്കൗട്ട് ഗൈഡ് ദ്വിതീയ സോപാൻ ടെസ്റ്റിംഗ് ക്യാമ്പ് ലോക്കൽ തലത്തിലോ എണ്ണം കുറവാണെങ്കിൽ ഒന്നിലധികം ലോക്കലുകൾ ചേർന്നോ ജില്ലയ്ക്കോ നടത്താവുന്നതാണ്. ഒരു ക്യാമ്പിൽ പരമാവധി 200 പേരെ പങ്കെടുപ്പിക്കാനും ആവും. നാലാമതായി പറയുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം റോവർ റേഞ്ചർ നിപുൺ ടെസ്റ്റിംഗ് ക്യാമ്പിൽ ജില്ലാ തലത്തിലാണ് നടത്തേണ്ടത്. 50-ൽ കുറവ് പങ്കാളിത്തമാണ് ഉള്ളതെങ്കിൽ ഒന്നിലധികം ജില്ലകൾ ചേർന്ന് നടത്താവുന്നതാണ്. അഞ്ചാമതായി പറയുന്നത് ക്യാമ്പ് ഫീ ഇനത്തിൽ സ്കൗട്ട് ഗൈഡുകളിൽ നിന്നും 350 രൂപ വീതം സ്വീകരിക്കാവുന്നതാണ്. ആറാമതായി പറയുന്നത് ചീഫ് എക്സാമിനർ സ്കൗട്ട് ഗൈഡ് വിഭാഗത്തിൽ ഹിമാലയ വുഡ് ബാഡ്ജ് ഹോൾഡറോ നിപുൺ ടെസ്റ്റിൽ റോവർ റേഞ്ചർ അഡ്വാൻസ്ഡ് കോഴ്സ് പൂർത്തീകരിച്ചവരോ ആയിരിക്കണം. ജില്ലയിൽ ആവശ്യമായ യോഗ്യതയുള്ളവർ ഇല്ലെങ്കിൽ അടുത്ത ജില്ലയിൽ നിന്നും യോഗ്യമായവരെ നിയമിക്കേണ്ടതാണ്. ചീഫ് എക്സാമിനർമാരെ അതാത് ജില്ലയിലെ DTCമാരാണ് നിയമിക്കേണ്ടത്. ഏഴാമതായി പറയുന്നത് ടെസ്റ്റുകൾക്ക് ആവശ്യമായ സാമഗ്രികൾ അവരവർ തന്നെ കരുതിയേക്കണം. കെട്ടുകൾ, അതായത് നോട്ടിംഗ്, ലാഷിംഗ് റോപ്പുകൾ, ഫസ്റ്റ് എയ്ഡ്, മാപ്പിംഗ്, ഗാഡ്ജറ്റ് നിർമ്മാണം, ടീം പ്രവർത്തനങ്ങൾ, ബാക്ക് വുഡ്സ്മാൻ, കുക്കിംഗ് എന്നിവ അവരവർ തന്നെ കരുതിയിരിക്കണം. എട്ടാമതായി പറയുന്നത് ടെസ്റ്റിംഗ് തീയതികൾ ലോക്കൽ, ജില്ലകൾ എന്നിവയ്ക്ക് തീരുമാനിക്കാവുന്നതാണ്. ടെസ്റ്റിംഗ് തീയതി തീരുമാനിച്ച വിവരങ്ങൾ DOCമാരുടെ ഗ്രൂപ്പിലും ASOCമാർക്കും നൽകേണ്ടതാണ്. ഒമ്പതാമതായി പറയുന്നത് DOC സ്കൗട്ട്, DOC ഗൈഡ് ചുമതലപ്പെടുത്തുന്ന ഒബ്സർവർ ക്യാമ്പ് സന്ദർശിച്ച് ലോഗോ ബുക്കുകൾ കൗണ്ടർ സൈൻ ചെയ്യേണ്ടതാണ്. പത്താമതായി പറയുന്നത് ദ്വിതീയ സോപാൻ നിപുൺ വരെയുള്ള മുഴുവൻ ലോഗുകളും ടെസ്റ്റിംഗ് ക്യാമ്പിൽ സമർപ്പിക്കേണ്ടതാണ്, ഗുഡ് ടേൺ ഡയറി ഉൾപ്പെടെ. 11ാമതായി പറയുന്നത് ടെസ്റ്റ് ആരംഭിക്കുന്നതിന് മുൻപ് യൂണിറ്റ് ലീഡേഴ്സിന് പങ്കെടുക്കുന്നവർക്കും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടതാണ്. 12ാമതായി പറയുന്നത് ചുവടെ കൊടുത്തിരിക്കുന്ന ക്യാമ്പ് പ്രോഗ്രാം അനുസരിച്ച് ടെസ്റ്റിംഗ് ക്യാമ്പ് നടത്തി എന്ന് ഉറപ്പുവരുത്തുക. 13ാമതായി പറയുന്നത് കെട്ടുകൾ, ലാഷിംഗ്, ഫസ്റ്റ് എയ്ഡ് എന്നിവ ടെസ്റ്റ് ഗെയിം ആയി നടത്തണം. 14ാമതായി പറയുന്നത് പ്രതിജ്ഞയും നിയമവും എഴുതി വാങ്ങുക. 15ാമതായി പറയുന്നത് ക്ലിനിക് സമയത്ത് സംശയ നിവാരണത്തിന് വേണ്ട സഹായം എക്സാമിനേഴ്സ്, എസ്കോർട്ടിംഗ് യൂണിറ്റ് ലീഡേഴ്സ് എന്നിവർ നൽകേണ്ടതാണ്. 16ാമതായി പറയുന്നത് കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യാൻ ആവശ്യമായ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക. 17ാമതായി പറയുന്നത് TTR 3 ടൈറുകളായി നടത്തുക. 18ാമതായി പറയുന്നത് സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് മിനിമം 10 ചോദ്യങ്ങളെങ്കിലും തയ്യാറാക്കി ക്വിസ് മത്സരം നടത്തേണ്ടതാണ്. ഗേൾ ഗൈഡിംഗ് ഇൻ ഇന്ത്യ ഫോർ റേഞ്ചേഴ്സ് ഓൺലി. 19ാമതായത് ലാസ്റ്റായി പറയുന്നത് ടെസ്റ്റിംഗ് ക്യാമ്പ് സംസ്ഥാന ഒഫീഷ്യൽസ് സന്ദർശിച്ച് വിലയിരുത്തുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ലേറ്റസ്റ്റായി വന്നിരിക്കുന്ന സർക്കുലറിൽ പരാമർശിച്ചിരിക്കുന്ന പോയിന്റുകൾ. എല്ലാവർക്കും ഈ ടെസ്റ്റ് ക്യാമ്പിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.